2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും മറികടന്ന് കേരളത്തിൻ്റെ കടമെടുപ്പ്. പൊതുകടം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ 4,88,091 കോടിയായി ഉയർന്നു. ഡിസംബറോടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 5,620 കോടിയായി മാറും. ജനം എക്സ്ക്ലൂസീവ്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് രേഖകൾ പ്രകാരം 2026 മാർച്ച് 31 ആകുമ്പോഴേക്കും സംസ്ഥാനത്തിന്റെ കടബാധ്യത 4,81,997 കോടിയായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ 4-ാം മാസം അവസാനിക്കുമ്പോഴേക്കും ഈ പരിധിയെല്ലാം മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് സംസ്ഥാനത്തിന്റെ കടക്കെണി. 4,71,091 കോടി രൂപയായിരുന്നു 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ ആകെ കടബാധ്യത. നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ ഇതുവരെ പൊതുവിപണിയിൽ നിന്നും കടമെടുത്തത് 17,000 കോടി. ഇതോടെ സംസ്ഥാനത്തിൻ്റെ ആകെ സാമ്പത്തിക ബാധ്യത 4,88,091 കോടിയായി മാറി. ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചതിലും 6,094 കോടി അധികം. ഡിസംബർ വരെ കേരളത്തിന് 12,529 കോടി കൂടി കടമെടുക്കാം. ഓണക്കാല തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കടക്കം പ്രധാന പണസ്രോതസ് കടമെടുപ്പായതിനാൽ ഡിസംബറിനുള്ളിൽ ഈ തുക കൂടി സർക്കാരിൻ്റെ കടക്കണക്കിലെത്തും. ഇതോടെ സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യത 5 ലക്ഷം കോടി എന്ന വലിയ സംഖ്യയും മറികടന്ന് ആകെ 5,620 കോടിയായി മാറും. 2025 ഡിസംബർ വരെ പ്രതീക്ഷിക്കുന്ന കേരളത്തിൻ്റെ ആകെ കടബാധ്യതയാണ് 5,620 കോടി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പിന്നെയും 3 മാസമുള്ളതിനാൽ കടക്കെണി വീണ്ടും വർദ്ധിക്കും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.